ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇതൊരു വെറൈറ്റി ടൈപ്പ് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻ എടുക്കുക, കുറച്ച് പാവയ്ക്ക അരിഞ്ഞിടുക, അതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൈ കൊണ്ട് ഒന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ വേറെ യാതൊരു വക പൊടികളോ വേറെ യാതൊരു വക സാധനങ്ങളോ ചേർക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പാൻ ഗ്യാസിനകത്തോട്ട് വയ്ക്കുക. എന്നിട്ട് നല്ല തീയിൽ വേണം ഇതൊന്ന് വേവിച്ച് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തീയിൽ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മുരിഞ്ഞ് കിട്ടും, ഇത് കുഴഞ്ഞു പോകത്തില്ല. അപ്പം നല്ല തീയിൽ കൈവിടാതെ നല്ലോണം ഇളക്കി വേവിച്ച് എടുത്തുകൊണ്ടിരിക്കണം. ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ലോണം നമുക്കിതിനെ വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, നല്ലോണം മൊരിയിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു പറ്റുന്ന ഡൗട്ട്, കരിയാതെ നിങ്ങൾ സൂക്ഷിക്കണം. നല്ലോണം മൊരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. എപ്പോഴും നിങ്ങൾ പാവയ്ക്ക എടുക്കുമ്പോൾ ആ വെളുത്തിട്ടുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, ഭയങ്കര പച്ച കളറല്ല, ഒരു വെളുത്ത കളറുള്ള പാവയ്ക്കില്ല, ആ പാവയ്ക്കൻ എടുക്കാൻ. എന്നാലാണ് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്ന് ബാക്കിയുള്ള ഓയിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ, സി യു.